മേലേ മേലേ പയോധൗ തിരനിരയതുപോൽ ഗദ്യപദ്യങ്ങളോർത്തും കാലേ കാലേ ഭവിപ്പാൻ ജഗമതിലൊളിയായി ചിന്നിടും തേൻകുഴമ്പേ ബാലേ ബാലേ മനോജ്ഞേ പരി മൃദുലതനോ യോഗിമാർ നിത്യമുണ്ണും പാലേ ലീലേ വസിക്കൻ മനസി സുഹൃദസന്താനവല്ലി സുചില്ലി ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. അതിൽ തുളസിയും ശംഖചൂഡനും തമ്മിലുള്ള സംവാദം. ശംഖചൂഡന്റെ വാക്കുകളെ കേട്ട അതിന് തുളസി മറുപടി പറയുന്ന ഭാഗം. ശുദ്ധിയെക്കുറിച്ചെല്ലാം അവിടെ പറഞ്ഞു. എന്തായാലും ആരുടെ ഹൃദയമാണോ സ്ത്രീ അപഹരിക്കുന്നത് അവന് ജ്ഞാനം കൊണ്ടോ തപസ്സുകൊണ്ടോ ജപഹോമ പൂജാദികൾ കൊണ്ടോ എന്താ പ്രയോജനം? വിദ്യ കൊണ്ടോ യശസ്സുകൊണ്ടോ പ്രയോജനങ്ങളോ ഒന്നുമില്ല. അങ്ങയുടെ വിദ്യാമഹത്വം അറിയുന്നതിനു വേണ്ടി ഞാൻ അങ്ങയെ പരീക്ഷിക്കുകയായിരുന്നു. എന്തായാലും ഗുണഹീനനും വൃദ്ധനും അജ്ഞാനിക്കും ദരിദ്രനും മൂർഖനും രോഗിക്കും നിന്ദിതനും മുടന്തനും ഒക്കെ, അന്ധനും ബധിരനും ജഡനും മൂകനും ഒക്കെ സ്വന്തം പുത്രിയെ ആര് നൽകുന്നുവോ അവന് ബ്രഹ്മഹത്യാ പാപമുണ്ടാകുന്ന ശാസ്ത്രം പറയണത് ശാന്തനും ഗുണവാനും വിദ്വാനും ഒക്കെ ആയിരിക്കണം. അങ്ങനെയുള്ളവനായിരിക്കണം തന്റെ കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് എന്നർത്ഥം. ആരാണോ കന്യകയെ വളർത്തിയിട്ട് ധനം മോഹിച്ച് വിൽക്കുന്നത്, അങ്ങനെ വിൽക്കുന്നവന് കുംഭീഭാഗം എന്ന നരകത്തിലാണ് പോകുക. മലമൂത്രാദികളെ ഭുജിക്കേണ്ടി വരും. അവന് 14 ഇന്ദ്രന്മാരുടെ കാലത്തോളം, അതായത് ഒരു കൽപ്പം എന്ന് പറയാം, അവിടെ കിടന്ന് കൃമികളെയും കാക്കകളുടെയും കുത്തവനെ ഏൽക്കേണ്ടി വരും. മഹാവ്യാധികളിൽ അവന് പോകേണ്ടതായിട്ട് വരും. ഇങ്ങനെ പറഞ്ഞിട്ട് തുളസി അവിടെ ആ സംസാരം നിർത്തി. അപ്പോഴേക്കും അവിടെ ബ്രഹ്മാവ് എത്തിച്ചേർന്നു. ബ്രഹ്മാവ് ശംഖചൂഡനോട് ചോദിച്ചു, ഹേ ശംഖചൂഡ, നീ ഇവളുമായി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഗന്ധർവവിധി പ്രകാരം വിവാഹം ചെയ്ത് നീ ഇവളെ സ്വീകരിക്കുക. പുരുഷന്മാരിൽ വെച്ച രത്നമാണ് നീയ്. സീതയായ ഇവൾ സ്ത്രീകളിൽ രത്നമാണ്. ആരാണോ ഇപ്രകാരമുള്ള നിഷിദ്ധമല്ലാത്ത സുഖത്തെ വേണ്ടെന്ന് വയ്ക്കുന്നത് അവൻ മൃഗമാണ് എന്നുള്ളതിന് സംശയമില്ല. ഇത്രത്തോളം ഗുണവാനായ ഒരു ഭർത്താവിനെയാണോ, ദേവന്മാരെയും അസുരന്മാരെയും ദാനവരന്മാരെയും കിടുകിടാവിറപ്പിക്കുന്ന ഇവനെയാണോ നീ പരീക്ഷിക്കുന്നത്? ലക്ഷ്മിക്ക് വിഷ്ണുവിനോടും രാധയ്ക്ക് കൃഷ്ണനോടും സാവിത്രിക്ക് എന്നോടും ഭവാനിക്ക് ശിവനോടും ഭൂമിക്ക് വരാഹമൂർത്തിയോടും ദക്ഷിണാദേവിക്ക് അധ്വരത്തോടും അനസൂയയ്ക്ക് അത്രിയോടും ദമയന്തിക്ക് നളനോടും രോഹിണിക്ക് ചന്ദ്രനോടും രതിക്ക് കാമനോടും അതിഥിക്ക് കശ്യപനോടും അരുന്ധതിക്ക് വസിഷ്ഠനോടും അഹല്യയ്ക്ക് ഗൗതമനോടും ദേവഹൂതിക്ക് കർദ്ധമനോടും താരയ്ക്ക് ബൃഹസ്പതിയോടും ശതരൂപയ്ക്ക് മനുവിനോടും ദക്ഷിണാദേവിക്ക് യജ്ഞനോടും സ്വാഹാദേവിക്ക് അഗ്നിയോടും ശജിക്ക് ദേവേന്ദ്രനോടും പുഷ്ടിക്ക് ഗണേശനോടും ദേവസേനയ്ക്ക് സ്കന്ധനോടും മൂർത്തിക്ക് ധർമ്മനോടും എത്രമാത്രം പ്രതീക്ഷയുണ്ടോ, പ്രീതിയുണ്ടോ, അത്രമാത്രം പ്രീതി സൗഭാഗ്യവതിയായ നിനക്ക് ചന്ദ്രചൂഡനോടും ഉണ്ടായിരിക്കട്ടെ. സുന്ദരനായ ഇവനോടുകൂടി ചേർന്ന് നീ ദീർഘകാലം ഓരോ സ്ഥലങ്ങളിൽ നിരന്തരം യഥേഷ്ടം വിഹരിച്ചുകൊള്ളുക. പിന്നീട് നിനക്ക് ഗോലോകത്ത് വീണ്ടും കൃഷ്ണനോടൊത്തുചേരാം. ശംഖചൂഡൻ ശരീരം വെടിഞ്ഞാൽ വൈകുണ്ഠത്തിൽ നിനക്ക് ചതുർഭുജനായ ഹരിയോടും ചേരാമെന്ന് ശംഖചൂഡനെയും തുളസിയെയും ബ്രഹ്മാവ് വന്ന് ഇതാവിടെ അനുഗ്രഹിക്കുന്നതോടുകൂടിയിട്ട് ഇവിടുത്തെ ഈ 18-ാമത്തെ അധ്യായം പരിസമാപിക്കണം. പിന്നീട് തുളസിയും ശംഖചൂഡനും തമ്മിലുള്ള വിവാഹത്തെയാണ് അടുത്തതായിട്ടുള്ള 19-ാമത്തെ അധ്യായത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടുപോകുന്നത്.
നാരദൗവാച വിചിത്രമിതമാഖ്യാനം ഭവതാ സമുദാഹൃതം ശ്രുതേന യേന മേ തൃപ്തിർന കഥാഭിഹി ജായതേ. വിചിത്രമായ ഒരു ഉപാഖ്യാനമാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞത്. അത് കേട്ടിട്ട് എനിക്ക് തീരെ മതിയായിട്ടില്ല. അതിനുശേഷം എന്താണ് ഉണ്ടായത് എന്നുകൂടി അതിൻ്റെ തുടർച്ച പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് നാരായണ ഋഷി പറയാൻ തുടങ്ങിയത്. ബ്രഹ്മാവ് അവർക്ക് രണ്ടുപേർക്കും ഇപ്രകാരം വരം നൽകിയിട്ട് അന്തർധാനം ചെയ്തു. ദാനവനായ ശങ്കചൂഡൻ ഗന്ധർവ വിധിപ്രകാരം തുളസിയെ വിവാഹം ചെയ്തു, പത്നിയാക്കി. സ്വർഗത്തിലപ്പോൾ ദുന്ദുഭി മുഴങ്ങി. അവിടെ നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി. രമാതുല്യയായി അവളോട് ചേർന്ന് രമിച്ചുകൊണ്ട് അവൻ തന്റെ മനോരമ്യമായ വാസഗൃഹത്തിൽ വസിച്ചു. അവിടെ തുളസിയും ആനന്ദമൂർച്ചയിൽ അവന്റെ കൂടെ ഇരുന്നു. പിന്നീട് കുറേ ശ്ലോകങ്ങളിലൂടെ ദീർഘമായിട്ട് അവർ തമ്മിൽ നടന്ന രതിക്രീഡകളൊക്കെയാണ് വ്യാസൻ ഇവിടെ വിവരിച്ചു കൊണ്ടുപോകുന്നത്. ആ ഭാഗങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ വരുണൻ പണ്ട് നൽകിയിരുന്ന ഇണപ്പുടവയും 3 ലോകത്തും ദുർലഭമായ രത്നമാലിയും ശങ്കചൂഡൻ അവൾക്ക് സമ്മാനിച്ചു. സ്വാഹാദേവി നൽകിയ രത്നനിർമ്മിതമായ കാൽച്ചിലമ്പുകളും ഛായാദേവി നൽകിയ തോൾവളകളും രോഹിണി നൽകിയ കുണ്ടലങ്ങളും രതീദേവി നൽകിയ രത്നാങ്കുലികളും കൈവളകളും വിശ്വകർമാവ് നൽകിയ മനോഹരമായ വിചിത്രമായ ശംഖും പത്മരാഗാങ്കിതവും വിചിത്രവും ദുർലഭവുമായ ശയ്യയും ആഭരണങ്ങളും നൽകിയിട്ട് ആ ശങ്കചൂഡൻ തൃപ്തിപ്പെട്ടു. അങ്ങനെ അവളെ സന്തോഷിപ്പിച്ചിട്ട് അവർ പിന്നെ പുഷ്പഭദ്രാ നദീതീരത്തും അതേമാതിരി സുരസനം എന്ന വനത്തിലും നന്ദനം എന്ന വനത്തിലും, ഇതൊക്കെ ദേവവനങ്ങളൊക്കെയാണ് അവിടെ പറയണത്, അങ്ങനെയായിട്ടുള്ള കാഞ്ചനപർവ്വതത്തില് അതേമാതിരി പല ദിക്കുകളിലും അവര് ഹണിമൂണൊക്കെ ആഘോഷിച്ചതിനെ അവിടെ വളരെ ദീർഘമായിട്ട് വ്യാസൻ വർണ്ണിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ശങ്കചൂഡൻ രാജ്യഭരണവും നടത്തി വന്നു. ഒരു മന്വന്തരം രാജ്യം ഭരിച്ചു. ദേവന്മാർക്കും അസുരന്മാർക്കും ദാനവന്മാർക്കും ഗന്ധർവന്മാർക്കും കിന്നരന്മാർക്കും എല്ലാം ശാന്തിപ്രദനായിട്ടാണ് അവൻ രാജ്യം ഭരിച്ചത്. എന്നാൽ അധികാരം നഷ്ടപ്പെട്ട ദേവന്മാരെ ഭിക്ഷുക്കളായി അലഞ്ഞുതിരിഞ്ഞു നടന്നു. അവരെല്ലാം ദുഃഖിതരായിക്കൊണ്ട് ബ്രഹ്മസദസ്സിലേക്ക് ചെന്നു. അവർ എല്ലാ വൃത്താന്തങ്ങളും ബ്രഹ്മാവിനെ അറിയിച്ചിട്ട് അത്യന്തം ദുഃഖിതരായി ബ്രഹ്മാവിൻ്റെ മുമ്പിൽ അപേക്ഷിച്ചു. അപ്പോൾ ബ്രഹ്മാവ് അവരോടുകൂടി ശങ്കരന്റെ ആവാസസ്ഥാനത്തേക്ക് പോയി. സർവേശ്വരനായ ചന്ദ്രശേഖരനോട് ബ്രഹ്മാവ് ഈ ദേവന്മാരുടെ ദുഃഖത്തിനുണ്ടായ കാരണങ്ങളെയെല്ലാം അവിടെ പറഞ്ഞു. ബ്രഹ്മാവും ശിവനും ദേവന്മാരും കൂടി ഉടനെ ജരാമൃത്യുഹരവും പരമോത്കൃഷ്ടവും ദുർലഭവുമായ വൈകുണ്ഠത്തിലേക്ക് ചെന്നു. ഹരിയുടെ ലോകത്ത് കടക്കാനുള്ള പ്രധാന വാതിൽക്കലെത്തിയപ്പോഴ് രത്നസിംഹാസനത്തിലിരിക്കുന്ന ദ്വാരപാലകന്മാരെ കണ്ടു. ശംഖചക്രധാരികള് ചതുർഭുജധാരികള് വനമാല ധരിച്ചത് ശ്യാമസുന്ദരന്മാരായിരുന്നു. അവരെല്ലാവരും ബ്രഹ്മാവരുടെ ആഗമന കാരണങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞ് അകത്തേക്ക് കിടക്കാൻ അനുവാദം കൊടുത്തു. അവർക്ക് ബ്രഹ്മാവ് ദേവന്മാരോടുകൂടി ഇതാ വൈകുണ്ഠത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ ബ്രഹ്മാവ് 16 പ്രവേശനദ്വാരങ്ങളും കണ്ട് അനുവാദത്തോടുകൂടി ദേവന്മാരുമായി ഒടുക്കം ഹരിയുടെ സഭയിലെത്തി. ഇവിടെ 16 എന്നാണ് പറയണത്. ഏവം ഷോഡശദ്വാരാണി നിരീക്ഷ്യ കമലോദ്ഭവാദേവൈ സാർദ്ധം താനദീത്യ പ്രവിവേശ ഹരേ സഭാം. 16 കവാടങ്ങള് എന്നാണ് പറയണത്. പക്ഷെ വൈകുണ്ഠത്തിന് 7 കവാടങ്ങള് എന്ന് ഭാഗവതാദി മഹാപുരാണങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഹരിയുടെ സഭയിലെത്തി. അവരെല്ലാവരും ദേവഋഷിന്മാര്, ചതുർഭുജന്മാര്, നാരായണ സ്വരൂപന്മാര്, കൗസ്തുഭഭൂഷിതകളായ പാർഷദന്മാര് എല്ലാം അവിടെ ഭഗവാനെ ചുറ്റിപ്പറ്റിയിരുന്നു. അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ ആഗ്രഹത്തിനനുസരിച്ച് അമൂല്യരത്നങ്ങൾ പതിച്ച മാണിക്യമാല, മുത്തുമാല ഇവ കൊണ്ട് അലങ്കരിച്ച് അഴകേറ്റിയിരുന്നതായിട്ടുള്ള പലതരത്തിലുള്ള അലങ്കരിച്ചതും വിചിത്രങ്ങളുമായിട്ടുള്ള ചിത്രരേഖകൾ കൊണ്ട് വരച്ച നാനാചിത്രങ്ങളൊക്കെ അതിനെ മോടിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ വൈകുണ്ഠത്തില്
ഭഗവാന്റെ ആസ്ഥാനമായ വൈകുണ്ഠത്തിനെയും അവിടെ ദീർഘമായിട്ട് വർണ്ണിച്ചു പോകുന്നുണ്ട്. ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ശ്രീഹരയേ നമഃ.